ഇന്ന് ലോക ജനസംഖ്യ 7 ബില്യൺ അഥവാ 700 കോടിയാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം പിന്നിടുമ്പോൾ, അതായത് 2050 ഇത് 1000 കോടിയിലെത്തുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഉണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ പ്രശ്നം, മാനവ സമൂഹം നേരിടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം ഒരു വലിയ ഭക്ഷ്യക്ഷാമത്തിൻ്റേതാണെന്ന് വിദഗ്ധർ പറയുന്നു. പ്രത്യേകിച്ച് സീരിയൽ ക്രോപ്സിൻ്റെ ഉൽപ്പാദനം വളരെയധികം കുറയാനും ഭക്ഷ്യ പ്രശ്നങ്ങൾ ക്ഷാമം നേരിടാനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ഇവിടെയാണ് കിഴങ്ങ് വർഗ്ഗ വിളകളുടെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ കപ്പ അല്ലെങ്കിൽ മരച്ചീനി ഉൾപ്പെടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഒരു പ്രയോജനം അവിടെയാണ് വരുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കിഴങ്ങ് ഗവേഷണ കേന്ദ്രങ്ങളിലൊന്ന് പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള CTCRI കേന്ദ്ര കിഴങ്ങ് വർഗ്ഗ ഗവേഷണ കേന്ദ്രം ആണ് ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനം. ഇവിടെ അടുത്ത കാലത്തായി കിഴങ്ങ് വർഗ്ഗ വിളകളിൽ നിന്ന് മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അതിന് വിപണന സാധ്യതകൾ കണ്ടെത്തുന്നതിനുമൊക്കെ ആയിട്ട് ഒരു ഇൻക്യുബേഷൻ സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചു. ഈ ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ സാരഥ്യം വഹിക്കുന്ന CTCRIയിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായ ഡോക്ടർ പത്മജയാണ് ഇന്ന് നമ്മുടെ അതിഥി. ഡോക്ടർ പത്മജയെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ പത്മജ. എന്താണ് ഈ ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനം? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കിഴങ്ങ് വർഗ്ഗ വിളകളെ അധിഷ്ഠിതമായിട്ടുള്ള ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട്, സംരംഭകരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം കേരള ഗവൺമെൻറ് CTCRIക്ക് 1 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഈ ടെക്നോ ഇൻക്യുബേഷൻ സെൻറ്റർ അഥവാ സാങ്കേതിക സംരംഭകത്വ പരിശീലന കേന്ദ്രം CTCRIയിൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ മുഖ്യമായിട്ടും കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന വിള മരച്ചീനി ആയതുകൊണ്ട് മരച്ചീനി അധിഷ്ഠിതമായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാങ്കേതിക വിദ്യയും അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഈ ചെറുകിട സംരംഭകർക്ക് ഈ സെൻറ്റർ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവരുടെ തന്നെ ബ്രാൻഡ് നെയിമിൽ കൊണ്ടുപോയി വിൽക്കാനും ഉള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാലക്രമേണ ഇങ്ങനെ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ പ്രോഡക്ട്സിനൊക്കെ മാർക്കറ്റിൽ നല്ല സാധ്യതയുണ്ടെന്നുള്ളത് സംരംഭകർ മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ ഒരു യൂണിറ്റ് തുടങ്ങാമെന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ മരച്ചീനി കപ്പ അടിസ്ഥാനമാക്കിയാണ് അല്ലേ? കപ്പയുടെ പ്രോഡക്ട്സ് ആണ് കൂടുതലും വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഒരു കാലത്ത് നമ്മൾ ഈ കപ്പയുടെ അരി കൊണ്ടുണ്ടാക്കിയ മുറുക്ക് വാങ്ങാൻ ചെല്ലുമ്പോൾ ഇത് കപ്പ പൊടിയാണ് എന്ന് പറഞ്ഞ് പുറന്തള്ളുന്ന ഒരവസ്ഥ ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാ സമൂഹം ഇത് സ്വീകരിക്കുന്നുണ്ടോ? അത് മാറിപ്പോയി കാര്യം. ഇപ്പം മുഖ്യമായിട്ടും മരച്ചീനി അധിഷ്ഠിതമായിട്ട് നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള സാങ്കേതിക വിദ്യ CTCRIയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ അത് മനസ്സിലാക്കി ഏതാണ്ട് 15 സംരംഭകരോളം തന്നെ CTCRIയിൽ നിന്ന് ഈ ടെക്നോളജി എടുത്തിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ തീർച്ചയായിട്ടും തുടങ്ങിയിട്ടുമുണ്ട്. അപ്പം ഈ ഉൽപ്പന്നങ്ങൾ CTCRIയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ മുഖ്യമായിട്ടുള്ള ഘടകം മരച്ചീനി എന്നുള്ള മാവാണ്. അപ്പോൾ മരച്ചീനി മാവിൽ നമുക്കറിയാം ഈ മാംസ്യത്തിൻ്റെ അംശം, പ്രോട്ടീൻ്റെ അംശം കുറവാണ്, 1% താഴെയുള്ളൂ. ധാന്യവിളകളിലാണെങ്കിൽ ഏതാണ്ട് 10 മുതൽ 12% വരെ മാംസ്യമുണ്ട്. അപ്പോൾ അതിനോട് നോക്കുമ്പോൾ കിഴങ്ങ് വർഗ്ഗ വിളകളിൽ മരച്ചീനിയിൽ പ്രത്യേകിച്ചും വളരെ കുറവാണ്. അപ്പോൾ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പോഷക മൂല്യവും വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ ചേർത്തിട്ടാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ രുചിയും
അതിൻ്റെ പോഷക മൂല്യവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ അത് മുതലാക്കിക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് സംരംഭകർ ഈ രംഗത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 5 വർഷം കൊണ്ട് ഏതാണ്ട് 4500-5000-ഓളം കുടുംബശ്രീ പ്രവർത്തകർ, NGOs അവർക്കൊക്കെ തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ തീർച്ചയായിട്ടും ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ എന്നാലും കൂടുതൽ പേരെ ഈ രംഗത്തേക്ക് ആകർഷിക്കണം, അത് ഉദ്ദേശിച്ചിട്ടാണ് ഈ ടെക്നോ ഇൻക്യുബേഷൻ സെന്റർ തുടങ്ങിയിട്ടുള്ളത്. എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് അവിടെ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്? അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ മുഖ്യമായിട്ടും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മരച്ചീനിയുടെ മാവ് അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ കേരളീയരുടെ രുചിക്ക് അനുസൃതമായിട്ടുള്ളതാണ്. പക്കാവട, മധുരസേവ, പിന്നെ മിക്സ്ചർ പോലുള്ള ഒരെണ്ണമുണ്ട്. പിന്നെ ന്യൂട്രി ചിപ്സ് എന്നും പറഞ്ഞ്, അതായത് മുട്ടയും കൂടെയൊക്കെ ചേർത്തിട്ട് ന്യൂട്രി ചിപ്സ് എന്നും പറഞ്ഞൊരെണ്ണം. അങ്ങനെ ഏതാണ്ട് ഒരു 10 തരത്തിലുള്ള വറപുരി പ്രോഡക്ട്സ് തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ കാണുകയാണെങ്കിൽ മധുരസേവ എന്ന് പറയും. അപ്പം നേരത്തെ ആണെങ്കിൽ മൈദ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള പ്രോഡക്റ്റാണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ദോഷമുണ്ട്. നമുക്കിന്നറിയാം ഒരുപാട് യുവാക്കളിലൊക്കെ തന്നെ ഒരുപാട് ഈ വണ്ണം വെച്ചിട്ടുള്ള ഒബേസിറ്റി എന്ന് പറയും, തടി കൂടിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡയബറ്റീസ് ഒക്കെ പോലുള്ള രോഗങ്ങൾ വരിക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരു പരിധി വരെ ചേർത്ത് നിൽക്കാൻ കഴിവുള്ളതാണ് ഈ മൈദ കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫൈബർ ധാരാളമായിട്ട്, നാരിൻ്റെ അംശം ധാരാളമായിട്ടുള്ള മരച്ചീനി മാവ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം മധുരസേവ എന്ന് പറഞ്ഞൊരു ഉൽപ്പന്നമുണ്ട്. അതുപോലെ തന്നെ പക്കാവട എന്ന് പറയുന്നത് മാർക്കറ്റിൽ എന്നും ഞങ്ങളവിടെ സാധാരണയായിട്ട് എക്സിബിഷൻ നടത്തുമ്പോഴും അല്ലാതെ തന്നെ ഞങ്ങളുടെ ഫാം വഴി സെയിൽസ് നടത്തുമ്പോഴും ഒക്കെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു കാര്യമാണ് ഈ പക്കാവട എന്ന് പറയുന്നത്. കാര്യം ചെറിയ എരിവും കൂടെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേർക്ക് അത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തതൊക്കെ ഈ സെൻറ്റർ വഴി അവർക്ക് ഞങ്ങളുടെ ഒരു മേൽനോട്ടത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ തന്നെ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് ആ ബ്രാൻഡ് നെയിമിൽ ഇത് വിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ദൂരെയൊക്കെ ഉള്ള ഡിസ്ട്രിക്ട്സ്, മലപ്പുറം, വയനാട്, അതുപോലുള്ള കോഴിക്കോടൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾക്ക് വരുമ്പം ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ മുഖ്യമായിട്ട് ഇതിൽ ചേർക്കുന്ന മരച്ചീനി മാവായതുകൊണ്ട് അത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കൊടുക്കുക, കുറച്ച് സബ്സിഡൈസ്ഡ് പ്രൈസിൽ കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം അവർ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ മെഷീനറി ഉപയോഗിച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന്. ഇത് ക്രിസ്പ് എന്ന് എഴുതിയിരിക്കുന്നത്. ക്രിസ്പ് എന്ന് എഴുതിയിരിക്കുന്ന പ്രോഡക്റ്റ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ നമുക്ക് മിക്സ്ചർ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന തരത്തിലുള്ളതാണ്. ഇത് എന്താ പറയുക, ഓമപ്പൊരി എന്നൊക്കെ ചിലവർ പറയും. അപ്പോൾ അങ്ങനത്തെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം ഞങ്ങൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ സനോല, സഫോള എന്നൊക്കെ പറയുന്ന പ്യുവർലി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ചെറുകിട സംരംഭകർക്ക് വെളിച്ചെണ്ണയെക്കാളും ഈ അൺസാച്ചുറേറ്റഡ് ഓയിലിനേക്കാളും ഇടയ്ക്ക് നിൽക്കുന്ന ഒരെണ്ണമാണ് ഈ നമ്മുടെ പാം ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ പാം ഓയിൽ ഇപ്പോൾ മാർക്കറ്റിൽ 55-60 രൂപയൊക്കെ ലിറ്ററിനുള്ളൂ. അതേസമയം മറ്റേതാണെങ്കിൽ 110-120 രൂപ കൊടുക്കണം. അപ്പോൾ കീപ്പിംഗ് ക്വാളിറ്റി, അതായത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ് പാം ഓയിൽ. വെളിച്ചെണ്ണ ഒട്ടും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല, കനച്ചു പോകും. അപ്പോൾ പാം ഓയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരോടും അഡ്വൈസ് ചെയ്യുന്നത്. പാം ഓയിൽ കുഴപ്പമില്ല, കാര്യം പകുതി സാച്ചുറേഷനാണ്. വെളിച്ചെണ്ണയെക്കാളും അൺസാച്ചുറേറ്റഡ് ആണ്. അതേസമയം സനോല, സഫോള ഗ്രൂപ്പിനേക്കാളും കുറച്ചുകൂടി സാച്ചുറേറ്റഡ് ആണ്. അപ്പോൾ ഒരു മിഡിൽ ലെവൽ സാച്ചുറേഷനാണ്, വിലയും കുറവാണ്, ടേസ്റ്റ് ഒന്നും കാര്യമായിട്ട് ബാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പാം ഓയിൽ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കാനാണ് ഞങ്ങൾ എപ്പോഴും സംരംഭകരോട് പറയുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം എണ്ണയിൽ വറുത്തെടുക്കുന്ന പ്രോഡക്ട്സ്. അതെ അതെ. പക്ഷേ ഈ അതിലും കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. ഈ ചിപ്സ് എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കൊളസ്ട്രോൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ എണ്ണ തീരെ ഉപയോഗിക്കാതെ പറഞ്ഞ് വളരെ ശരിയാണ്. എന്താന്ന് വെച്ചാൽ എണ്ണയിൽ നമ്മൾ വറുത്തെടുക്കുന്ന കാര്യങ്ങൾക്ക് ഒരു 34-35% എണ്ണ അതിനകത്ത് റീറ്റെയിൻ ചെയ്യും. അതേസമയം നമുക്ക് അങ്ങനെ എണ്ണ ഉപയോഗിക്കാതെ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഫ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയും. അത് എക്സ്ട്രൂഷൻ ടെക്നോളജി എന്നും പറഞ്ഞ് ഒരു ടെക്നോളജി വഴി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള മെഷീൻസും ഈ ടെക്നോ ഇൻക്യുബേഷൻ സെൻറ്ററിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. കാര്യം ഇപ്പോൾ മരച്ചീനി മാവിന് തന്നെ മാംസ്യത്തിൻ്റെ അംശം കുറവാണെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഗുണമേന്മയുള്ളത് ചേർത്തിട്ട് നമുക്കൊരു കോമ്പോസിറ്റ് ഫ്ലവർ എന്ന് പറയും, മാവാക്കി മാറ്റിയിട്ട് ഈ എക്സ്ട്രൂഷൻ മെഷീനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് മെൽറ്റ് ചെയ്തിട്ട് ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്തിട്ട് അത് വെളിയിൽ വന്ന്
ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ പഫ് ചെയ്യും. അപ്പോൾ അതിനകത്ത് ടോട്ടലി ഓയിൽ ഫ്രീ. ഈ ഇടുന്ന പ്രോഡക്റ്റിൽ എത്ര ഓയിലുണ്ടോ അത് മാത്രമേ അതിനകത്ത് കാണുള്ളൂ. എന്നിട്ട് അത് സീസൺ ചെയ്യും. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് കൊടുക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫ്ലേവേഴ്സ് ഉണ്ട്. പുഡിന ഫ്ലേവർ, ടൊമാറ്റോ ഫ്ലേവർ എന്നൊക്കെ പറഞ്ഞ് സീസണിങ് പൗഡേഴ്സ് ഉണ്ട്. അപ്പോൾ ആ സീസണിങ് മെഷീനും ഈ ഫെസിലിറ്റി നമ്മൾ ഈ ടെക്നോ ഇൻക്യുബേഷൻ സെൻറ്ററിലുണ്ട്. അപ്പോൾ ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട് സീസൺ ചെയ്തിട്ട് അവർക്ക് ആ പ്രോഡക്റ്റ് കൊണ്ടുപോയി മാർക്കറ്റിൽ കൊടുക്കുക. അത് പ്യുവർലി ഒരു ഹെൽത്തി ഫുഡെന്ന് നമുക്ക് പറയാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ മാവടക്കമുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഈ സെന്ററിലുള്ള ഫെസിലിറ്റീസ് മെഷീനറി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതൊരാൾക്കും ആവശ്യത്തിനുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഈ പാക്കറ്റും അവർ തന്നെ കൊണ്ടുവരണം എന്നാണ്. പാക്കറ്റ് അവരവരുടെ ബ്രാൻഡ് നെയിമിലുള്ളതാണല്ലോ നമുക്ക് മാർക്കറ്റിൽ കൊടുക്കേണ്ടത്. അപ്പോൾ രജിസ്റ്റേർഡ് യൂണിറ്റ്സ് ആകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ബ്രാൻഡ് നെയിം കാണും. അപ്പോൾ അവരങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് ആ ബ്രാൻഡ് നെയിമിലുള്ള പാക്കറ്റ് കൊണ്ടുവന്നാൽ ഈ ടെക്നോ ഇൻക്യുബേഷൻ സെൻറ്ററിൽ പാക്കിംഗ് മെഷീൻസ് ഉണ്ട്. അത് 2-3 ടൈപ്പ് പാക്കിംഗ് മെഷീൻ ഉണ്ട്. ഒരെണ്ണം ബാച്ച് സീലിംഗ് എന്ന് പറയും. അത് സാധാരണക്കാർക്ക് പാക്കറ്റാക്കി കൊണ്ടുവരുമ്പോൾ സീൽ ചെയ്യാനുള്ളത്. വേറെ ഒരെണ്ണം ഓട്ടോമാറ്റിക് സീലിംഗ് മെഷീനാണ്. അത് നമുക്ക് പ്രോഡക്റ്റിൻ്റെ പാക്കറ്റ് റീലായിട്ട് വെക്കണം. അത് താഴോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ 150, അതായത് 150 ഗ്രാം ഇടണമെങ്കിൽ നമ്മൾ അത് സെറ്റ് ചെയ്യും. 200 ഗ്രാം ഇടണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ആ ക്വാണ്ടിറ്റി നിറഞ്ഞിട്ട് തന്നെത്താനെ സീൽ ചെയ്ത് പാക്കറ്റായിട്ട് താഴേക്ക് വരും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെഷീനും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. വളരെ നല്ല ഒരു കാര്യമാണ്. കപ്പയെ, നമ്മുടെ നാടൻ കപ്പ നമ്മുടെ മലയാളിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണ്. ഇത് എങ്ങനെ പാകം ചെയ്യണമെന്ന് നമ്മൾ ആരും പഠിപ്പിക്കേണ്ടതില്ല, എങ്ങനെ നട്ടു വളർത്തണമെന്ന് ആരും പഠിപ്പിക്കേണ്ടതില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനൊരു ഈ ഉദ്ദേശിച്ച രീതിയിലുള്ള നമ്മൾ ഇപ്പോൾ ഈ പ്രോഡക്ട്സ് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. പക്ഷെ മാർക്കറ്റിൽ നമുക്കിത് അത്രയധികം ലഭ്യമല്ല എന്ന് തോന്നൽ എന്താണ് അതിന് കാരണം? പൊതുവേ ചെറുകിട സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്കണ്ഠ എന്ന് പറയുന്നത് അവർക്ക് സാമ്പത്തികമാണ്. ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ അതിന് മിനിമം ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണം, മിനിമം. അത് മുതൽ നമുക്ക് അങ്ങോട്ട് 30 ലക്ഷം രൂപ വരെയുള്ള മെഷീനറിയുടെ സോഫിസ്റ്റിക്കേഷൻ എന്ന് പറയും. അത് എത്രമാത്രം ഉൾപ്പെടുത്താം അതിലെന്നുള്ളത് ആശ്രയിച്ചിട്ടിരിക്കും അതിൻ്റെ തുക. അപ്പോൾ ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങണമെങ്കിൽ തന്നെ നമുക്കൊരു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇടുമ്പോൾ ഈ പ്രോഡക്ട്സ് മാർക്കറ്റിൽ നമുക്ക് വിൽക്കാൻ പറ്റുമോ, അതിൽ നിന്ന് വിചാരിച്ച ലാഭം കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ഉത്കണ്ഠ സ്വാഭാവികമായിട്ടും ഈ സംരംഭകർക്ക് ഉണ്ടാവും. അപ്പോൾ അത് നീക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ ചെറുകിട സംരംഭകർ ഇവിടെ വന്നിട്ട് പ്രോഡക്ട്സ് നമ്മളുടെ സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും. അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കഴിയുമ്പോഴേക്കും കുറച്ച് നാളാകുമ്പോൾ ഇതിന് മാർക്കറ്റ് ഉണ്ടല്ലോ, എനിക്കിതിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം വരും. അപ്പോൾ അത് വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രൈമറി ഉദ്ദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രോഡക്ട്സ് അവിടെ വരുന്നവരും കഴിക്കുന്നവരും എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എൻക്വയറിയും വരുന്നുണ്ട്. തീർച്ചയായിട്ടും സംരംഭകർ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഇത് മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേരള ഗവൺമെൻറ് ഇപ്പോൾ ഇത് തന്നിട്ടുള്ളത്. അതുവഴി നമുക്ക് മരച്ചീനി കൃഷിക്കാരനെ അല്ലെങ്കിൽ മരച്ചീനി കർഷകനെ സഹായിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് തുടങ്ങിയിട്ടുള്ളത്. നമുക്കൊരു കോള് വരുന്നുണ്ട്, അറ്റൻഡ് ചെയ്യാം. ഹലോ, വിളിക്കുന്ന ആളെ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കണം. ടിവിയുടെ വോളിയം കുറച്ച് വെക്കും. പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? മുരുകൻ. എവിടെ നിന്നാണ്? കോതമംഗലം. ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് എവിടെ കിട്ടും എന്നറിയാൻ വേണ്ടിയാണ്. മുരുകൻ അല്ലേ? മുരുകൻ, ഈ പ്രോഡക്റ്റ് ശരിക്കും നമ്മൾ മാർക്കറ്റിൽ ഈ പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളത് ഗവേഷണ സ്ഥാപനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല. അതുകൊണ്ട് പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കി ഒരിക്കലും വിൽക്കൂല. ചെറിയ തോതിൽ എക്സിബിഷനൊക്കെ വരുമ്പോൾ അത് പോപ്പുലറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടി കൊണ്ടുവയ്ക്കും. പിന്നെ ചെറിയ തോതിൽ ഫാം വഴി കൊടുക്കുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വെളിയിൽ വിൽക്കാനുള്ള ലൈസൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഗവേഷണ സ്ഥാപനത്തിന് ഒരിക്കലും കിട്ടില്ല. അപ്പൊ അത് ചെറുകിട സംരംഭകര് നിങ്ങളെ പോലുള്ള ആൾക്കാർ മുന്നോട്ട് വന്ന് അത് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യ CTCRI തരും. അപ്പോൾ അത് നമ്മൾ എല്ലാം പഠിപ്പിച്ചു തരും. ഓരോ പ്രോഡക്റ്റും ഉണ്ടാക്കുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണം, എന്തൊക്കെ കണ്ടീഷൻസ് വേണം എന്നുള്ളതെല്ലാം പഠിപ്പിച്ചു തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടെക്നോ ഇൻക്യുബേഷൻ സെന്റർ എന്നും പറഞ്ഞ് CTCRI വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്തണം. കൂടുതലായിട്ട് വിശദമായിട്ട് തീർച്ചയായിട്ടും അവിടെ വരുമ്പോൾ നമുക്ക് കാണാം, സംസാരിക്കാം. അതിൻ്റെ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. ശ്രീകാര്യത്താണ്.
കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ്, 1/2 കിലോമീറ്ററേ ഉള്ളൂ. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വിലാസം, നമ്മുടെ മാഡത്തിന്റെ ഫോൺ നമ്പരൊക്കെ ഈ പരിപാടിയുടെ അവസാനം എഴുതി കാണിക്കും. അത് കാണുക. മുരുകൻ ഈ രംഗത്തേക്ക് കടന്നു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതെ അതെ, ശരി. അപ്പോൾ പിന്നെ കപ്പ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ കേരളത്തിലെ കപ്പ ഒരു ക്ഷാമകാലത്താണെന്ന് തോന്നുന്നു. വിശാഖം തിരുനാൾ മഹാരാജാവാണ് കേരളത്തിൽ കപ്പ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കപ്പ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം കേരളമാണ്. എങ്ങനെയാണ് അതിൻ്റെ നിലവാരം ഇപ്പോൾ? കേരളത്തിലെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന സംസ്ഥാനമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ തമിഴ്നാടാണ് കേരളത്തിനേക്കാളും വളരെയധികം മുൻപിലുള്ളത്. കാരണം തമിഴ്നാട് ഇന്നിപ്പോൾ കേരളത്തിലെ ഈ 2012-13 സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കിയാൽ കേരളത്തിൽ 24 ലക്ഷം ടണ്ണാണ് മരച്ചീനിയുടെ ഉൽപ്പാദനം. പക്ഷെ തമിഴ്നാട്ടിൽ അതേ സമയത്ത് 45 ലക്ഷം ടണ്ണാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ മുഖ്യമായിട്ടും മരച്ചീനി എന്ന് പറയുന്ന വ്യാവസായിക വിളയാണ്. എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർച്ചിനും ചൗവരിയും മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ആൾക്കാർ കഴിക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ എന്താ പറയുക, കൃഷിക്ക് ഇറിഗേറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ചാണ് അവർ ഉണ്ടാക്കുന്നത് കപ്പ. അത്രയ്ക്ക് വിളവിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ കൂടുതൽ ഏരിയയും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഏതാണ്ട് ഒരു 4 ഡിസ്ട്രിക്ട്സിൽ സേലമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അവിടെ ഈ മരച്ചീനി അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് ഫാക്ടറികളുണ്ട്. വലിയ 2 ഫാക്ടറികളുണ്ട്. പ്രോസസ്സിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 12 മിനിറ്റ് കൊണ്ട് സ്റ്റാർച്ചായി മാറുന്ന തരത്തിലുള്ള വലിയ ഫാക്ടറികളുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ മെച്ചം എന്ന് പറഞ്ഞാൽ അവിടെ ഓർഗനൈസ്ഡ് ആയിട്ടൊരു സെക്ടറിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഉണ്ട്. സാഗോ സെർവ് എന്ന് പറയും. കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സെക്ടറാണത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വലിയ മെച്ചം. അപ്പോൾ ഈ സർക്കാരിൻ്റെ തന്നെ മേൽനോട്ടത്തിൽ അതിൻ്റെ MD എപ്പോഴും ഒരു IAS ഓഫീസറായിരിക്കും. അത് ഈ ഇൻഡസ്ട്രീസിൽ ഉണ്ടാക്കുന്ന സ്റ്റാർച്ച് എല്ലാം 90 കിലോ ബാഗായിട്ട് കൊണ്ടുവന്ന് വലിയ ഗോഡൗണുകളിൽ സംഭരിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി അവിടെ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിലും അതുപോലുള്ള വ്യാവസായിക സ്ഥാപനങ്ങൾ വന്നാൽ മരച്ചീനി കർഷകർക്ക് അത് നല്ല ഒരു സുവർണ കാലമായിരിക്കും എന്ന് നമുക്ക് പറയാം. പക്ഷെ അതുപോലുള്ള ഇൻഡസ്ട്രീസ് വരണം, കേരളത്തിലും വരണം. ഇപ്പോൾ മരച്ചീനി മാത്രമല്ലല്ലോ, നമുക്കിപ്പോൾ ഈ ട്യൂബർ എന്ന് പറയുമ്പോൾ മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ, കൂവയും ഇതിൽ വരുന്നതാണ്, ആരോ റൂട്ട് എന്ന് പറയുന്നത്. ഇത് ഈ ഉൽപ്പന്നങ്ങളും ഈ കാർഷിക ഉൽപ്പന്നങ്ങളും നമുക്ക് ഈ പ്രോസസ്സിംഗ് ടെക്നോളജിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും മധുരക്കിഴങ്ങിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. CTCRAയിൽ സാങ്കേതിക വിദ്യ പലതിനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പാസ്റ്റ, നൂഡിൽസ്, അതേപോലത്തെ ടെക്നോളജി സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മധുരക്കിഴങ്ങ് കേരളത്തിൽ ഒരു കാലത്ത് വളരെ പ്രാധാന്യമുള്ള വിളയായിരുന്നു. പക്ഷേ അത് കാലക്രമേണ അത് ചുരുങ്ങി ഇപ്പോൾ വളരെ കുറച്ച് ഏക്കറേജേ ഉള്ളൂ. പക്ഷെ മധുരക്കിഴങ്ങിനെ ഒട്ടുമുക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് മധുരക്കിഴങ്ങ് ഒരു ഹെൽത്ത് ഫുഡാണെന്നുള്ളത്. അതായത് മധുരക്കിഴങ്ങെന്നാണ് പേരെങ്കിലും അതൊരു ഡയബറ്റീസുകാർക്ക് കഴിക്കാവുന്ന ഫുഡാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലെ പഞ്ചസാരയുടെ അംശത്തെക്കാളും അതിൻ്റെ സ്റ്റാർച്ചിൻ്റെ പ്രത്യേകതയാണ്. മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള സ്റ്റാർച്ച് ഒരു 50-55% നമുക്ക് ദഹിക്കാൻ കഴിവുള്ളൂ. ബാക്കി സ്റ്റാർച്ച് ദഹിക്കാതെ പോകും. അതായത് അതിന് റെസിസ്റ്റൻ്റ് സ്റ്റാർച്ച് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം വരുന്നത് കൊണ്ട് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 55 താഴെയാണ്. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഡയബറ്റീസുകാർക്ക് അത് കഴിച്ചാലും 2 മണിക്കൂർ കൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഗ്ലൂക്കോസ് കൂടുകയുള്ളൂ. അപ്പോൾ മധുരക്കിഴങ്ങിനെ അധിഷ്ഠിതമായിട്ട് പ്രത്യേകിച്ചും ക്യാരറ്റിനെ പോലെ കളറുള്ള കരോട്ടീൻ ധാരാളമായിട്ടുള്ള മധുരക്കിഴങ്ങ് വെറൈറ്റീസ് ഉണ്ട്. പിന്നെ വയലറ്റ് നിറത്തിൽ ആന്തോസൈനിൻ എന്ന് പറയും, അത് ആൻറ്റി ക്യാൻസറാണ്. അങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം അധിഷ്ഠിതമായിട്ട് പാസ്റ്റ ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ടെക്നോളജി ഉണ്ട്. പാസ്റ്റ 2 മെഷീൻ ഈ ഫെസിലിറ്റിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ശരിക്കും അതിൻ്റെ സാങ്കേതിക വിദ്യ എല്ലാം സംരംഭകർക്ക് പ്രയോജനപ്പെടുത്തി. ഇപ്പോഴത്തെ ഈ സോഫ്റ്റ്വെയർ ബൂമൊക്കെ വന്നപ്പം ഇൻസ്റ്റൻറ്റ് കുക്കിംഗ് പ്രോഡക്ട്സ് ആണ് പാസ്റ്റ. 7-8 മിനിറ്റേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെയൊക്കെ ഈ ബൂം വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ ടൈം കുറവുള്ള ആൾക്കാർക്ക് ഇതിൻ്റെയൊക്കെ മാക്സിമം പ്രയോജനപ്പെടുത്താം എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ എക്സ്പാൻഷൻ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റാണ് പാസ്റ്റ. നമുക്കൊരു കോൾ ഇവിടെ ഉണ്ട്. ഹലോ ഹലോ, പറയണം. എവിടെ നിന്നാണ്, ആരാണ് വിളിക്കുന്നത്? തങ്കമണി രാജീവ് നമ്പൂതിരി. എവിടെയാണ്? ചേർത്തല. പറയണം. എനിക്ക് കിഴങ്ങ് കാച്ചിലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിയാം. കാച്ചിലിന്റെ
കാച്ചില് അതായത് ഇപ്പൊ നമ്മള് പണ്ട് കാലത്ത് കിഴങ്ങും കാച്ചിലും ഒക്കെ ധാരാളമായിട്ട് കഴിച്ചിരുന്നല്ലോ മാഡം. ഇപ്പൊ അതേപോലെ ഇപ്പൊ ഞാൻ കുറച്ച് കാച്ചിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് കുറച്ച് നാളെ കൂടുതൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റിയ രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കാച്ചിലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ പറ്റി CTCRAയിൽ ഗവേഷണം നടത്തി കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ കാച്ചിലിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും മരച്ചീനിയോട് നോക്കുമ്പോൾ കാച്ചിലിന് അതിൻ്റെതായിട്ടുള്ള ചില പ്രോസസ്സിംഗ് പ്രോബ്ലംസ് എന്ന് നമ്മൾ പറയും. അതുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ ഈ നിറം മാറുന്ന ഒരു പ്രത്യേകത കാച്ചിലിനുണ്ട്. മരച്ചീനിക്ക് ഒരിക്കലും അത് വരില്ല. മധുരക്കിഴങ്ങ്, കാച്ചില് അതുപോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾക്കൊക്കെ നമ്മൾ അത് സംസ്കരിക്കുന്ന സമയത്ത് തന്നെ അതിന് നിറമാറ്റം വരും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് നമ്മൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തിലും ആ നിറം വരും. അപ്പോൾ അതിന്റെ മാർക്കറ്റ് അപ്പീൽ എന്ന് നമ്മൾ പറയും. ആളുകൾ അത് വാങ്ങിക്കാനുള്ള സാധ്യത കുറച്ച് കുറയും. അപ്പോൾ അതുകൊണ്ട് വേറെ ഒരു ടെക്നോളജി വഴി അതിൽ നിന്ന് നല്ല നിറത്തിലുള്ള മാവ് ഉണ്ടാക്കിയിട്ട് മാവ് അധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ട്. തീർച്ചയായിട്ടും അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു സംരംഭം എന്നുള്ള നിലയ്ക്ക് നമ്മൾ തുടങ്ങുമ്പോൾ ചെറിയ തോതിൽ ഇപ്പോൾ വീട്ടിലൊക്കെ തങ്കമണി രാജീവ് അല്ലേ, തങ്കമണി വീട്ടിലൊക്കെ നമ്മൾ ചെറിയ തോതിലൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം. പക്ഷെ ഒരു സംരംഭം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഒരു വർഷം മുഴുവനും ആ കിഴങ്ങ് കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ലാഭകരമായിട്ടുള്ളൊരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, കുടുംബശ്രീ അതുപോലുള്ളവർക്കൊക്കെ ചെറിയ തോതിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ സാങ്കേതിക വിദ്യയും ട്രെയിനിങ്ങും CTCRAയിൽ നിന്ന് കൊടുക്കും. നന്ദി ശ്രീ തങ്കമണി രാജീവ്. ഈ കൃഷിയിലേക്ക് വരണം. ഈ കൃഷിയിലേക്കും ഈ സെൻറ്ററിൻ്റെ മാഡം ഹെഡ് ചെയ്യുന്ന സെൻറ്ററിൻ്റെ സേവനം എടുക്കുകയും ഈ രംഗത്തേക്ക് കടന്നു വരികയും ചെയ്യണമെന്നാണ് നമ്മുടെ അഭ്യർത്ഥന. നമുക്കൊരു കോൾ ഇവിടെ ഉണ്ട്. ഹലോ. പറയൂ, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് വിജേഷ്. വിജയൻ. വിജേഷ്. എവിടെ നിന്നാണ്? വയനാട്. പറയണം. അതായത് നമ്മളെ ഈ കപ്പ തൊലി പൊളിച്ചിട്ട് അതേ നമ്മളെ പച്ചക്കുള്ള ആ തനിമ നിലനിർത്തിയിട്ട് സംസ്കരിച്ചെടുക്കാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയാ വിളിച്ചത്. എക്സ്പോർട്ട് ആണോ ഉദ്ദേശിക്കുന്നത്? അതോ ലോക്കലായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ വിൽക്കാനായിട്ടല്ലേ? നാട്ടിൽ തന്നെ ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതുകൂടാതെ ഇപ്പൊ ഈ മഴക്കാലത്ത് ഈ കപ്പൊക്കെ വില കുറയുന്ന സമയമാണല്ലോ. അതെ. ആ സമയത്ത് നമുക്ക് കൂടുതൽ കാലം വെക്കാൻ പറ്റുമോ, അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിയിട്ട്. കപ്പയുടെ ഏറ്റവും വലിയ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ കപ്പ ഒട്ടും സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ? അപ്പൊ അത് നമ്മള് മുറിച്ചും കൂടെ കഴിയുമ്പോൾ അതിന് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുഖ്യമായിട്ടും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കപ്പ നമ്മൾ ഒരിക്കൽ പോലും അത് ഇനി ഒരു നട്ടിട്ട് പിന്നീട് ഒരു ക്രോപ്പാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അത് ഒട്ടും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റാത്തത്. പക്ഷെ എന്നാലും ഈ എക്സ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് ആളുകൾ ഇന്നും മരച്ചീനി അങ്ങനെ കയറ്റി അയക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ മുറിച്ചെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് ഈ നീല നിറത്തിലുള്ള ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് തൊലി കളഞ്ഞ് അരിഞ്ഞു കഴിയുമ്പോൾ അത് ചെറിയ തോതിൽ നമുക്ക്, അതായത് 0.25% ഒക്കെ മതി, പൊട്ടാസ്യം മെറ്റാ ബൈസൾഫേറ്റ് എന്നും പറഞ്ഞൊരു പ്രിസർവേറ്റീവ് കിട്ടും. അത് കുറച്ച് പെർമിറ്റഡ് പ്രിസർവേറ്റീവ് ആണ്. അപ്പോൾ അതിനകത്തോ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അപ്പോൾ അതിനകത്തോ നമ്മൾ അത് 1% വേണ്ടി വരും കോൺസെൻട്രേഷന്. അതിനകത്തോ നമ്മൾ വെള്ളം, അതായത് ഒരു കിലോ മരച്ചീനിക്ക് ഒരു 5 ലിറ്ററോളം കലക്കിയിട്ട് അതിനകത്ത് 1 മണിക്കൂർ മുക്കി വെച്ചിട്ട് അത് എടുക്കുക. എടുത്തു കഴിയുമ്പോൾ എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കിയിട്ട് റീപാക്ക് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ ഒരു 2 ദിവസത്തേക്ക് വിൽക്കാൻ സാധിക്കും. അതിൽ കൂടുതൽ നമുക്ക് ഈ ഫോമിൽ വിൽക്കണമെങ്കിൽ അത് ഫ്രോസൺ സ്റ്റോറേജ് എന്ന് പറയും, ഫ്രീസ് ചെയ്യണം. ഫ്രീസ് ചെയ്താൽ മാത്രമേ അതിൽ കൂടുതൽ വെക്കാൻ പറ്റുള്ളൂ. 2 ദിവസത്തേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ വിൽക്കാൻ പറ്റും. പക്ഷേ പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് സീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഹ്യൂമിഡിറ്റി കൂടിയിട്ട് അത് അഴുകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി മാർക്കറ്റിലൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും പഞ്ച് ചെയ്ത പാക്കറ്റ്സ്, അതായത് തുളയിട്ട് പഞ്ച് ചെയ്ത പാക്കറ്റിലാക്കി നമുക്ക് 2 ദിവസത്തേക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ദിവസം നമുക്ക് ഒരാഴ്ചയൊക്കെ വെച്ചേക്കാൻ പറ്റും. കയറ്റി അയക്കുന്നവരൊക്കെ -18 ഡിഗ്രിയിലാണ് കയറ്റി അയക്കുന്നത്. ശരി, വിളിച്ചതിന് നന്ദി. ഈ ഫ്രീസ് ചെയ്യുന്ന യൂണിറ്റുകളുടെ കാര്യം പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വയബിളായിട്ട് പ്രവർത്തിക്കുന്ന ഇതുപോലെ ഫ്രീസ് ചെയ്ത്
കയറ്റി അയക്കുന്ന യൂണിറ്റ്സ് ഉണ്ടോ? ഫ്രീസ് ചെയ്ത് കയറ്റി അയക്കുന്ന യൂണിറ്റ് കേരളത്തിലുണ്ട്. മലയാളികൾക്ക് നമുക്കറിയാലോ അല്ലേ, മലയാളികൾക്ക് എപ്പോഴും ഒരു എത്നിക് ലവ് എന്ന് പറയും മരച്ചീനിയോട്. എവിടെ ഉണ്ടെങ്കിലും കപ്പ കിട്ടുകയാണെങ്കിൽ കഴിക്കാൻ അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ, കാനഡ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക്, ഇംഗ്ലണ്ട്, അവിടെ എല്ലാം കയറ്റി അയക്കുന്നുണ്ട് മരച്ചീനി. അപ്പോൾ അതിന് ലീഡിംഗ് ആയിട്ട് ഇന്നിപ്പം ചേർത്തലയിൽ നിന്ന് 2-3 എക്സ്പോർട്ടേഴ്സ് ഉണ്ട്. അതിലൊരാൾ ഒരു ഫുഡ് കോ ഡെലിക്കസീസ് എന്നും പറഞ്ഞ് അദ്ദേഹമൊക്കെ നമ്മളുടെ അവിടെ വന്ന് പല കാര്യങ്ങളും ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്ത് അവരുടെ കയറ്റുമതിയായിട്ട് ബന്ധപ്പെട്ട് മരച്ചീനിയിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നല്ലോണം ലീഡിംഗ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് തുടങ്ങാവുന്ന ഒരു സംരംഭം തീർച്ചയായിട്ടും. അത് കേരളത്തിൽ കപ്പ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുമെങ്കിൽ ഒരു നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും. ഇനി നമ്മുടെ ഈ മാഡം നടത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വരുന്നതിൻ്റെ ഒരു നടപടിക്രമം ഒന്ന്, നമ്മുടെ സമയം തീരാറായി, ഒരു അവസാനത്തെ കാര്യം എന്നുള്ള നിലയിൽ ഇതിലേക്ക് എങ്ങനെയാണ് ഒരാളിന് താല്പര്യമുള്ള ഒരാൾ കടന്നു വരേണ്ടത്? ഈ ടെക്നോ ഇൻക്യുബേഷൻ സെന്ററിന്റെ ഫെസിലിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമുക്കൊരു രജിസ്റ്റേർഡ് യൂണിറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതിന്റെ ഒരു രേഖ വേണം. എന്നാലേ ഞങ്ങൾക്ക് അവരെ ഞങ്ങളുടെ ഈ ഒരു സെന്ററിന്റെ സൗകര്യം അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കുടുംബശ്രീക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ആ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ അതേപോലെ രജിസ്ട്രേഷൻ സംഘടിച്ചിട്ടുള്ള യൂണിറ്റുകാർ ആര് ഞങ്ങളെ അപ്രോച്ച് ചെയ്താലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യം ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ കൈമാറുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഫീസ്, അതായത് 25,000 രൂപയാണ് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഫീസ് ഓഫീസിൽ അടച്ചു കഴിയുമ്പോൾ MOU സൈൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ ടെക്നോളജി അവർക്ക് കംപ്ലീറ്റ് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് ഫ്രീ ആണ്. ഈ MOUൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രെയിനിങ് നടത്തിയിട്ട് അവരെ അവിടെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് തന്നെ ഞങ്ങളുടെ അവിടെ ഈ ഇൻക്യുബേഷൻ സെൻറ്റർ ബുക്ക് ചെയ്യാം. ഒരാഴ്ചയോ 2 ആഴ്ചയോ 10 ദിവസമോ അവരുടെ സൗകര്യത്തിന് ഈ ഇൻക്യുബേഷൻ സെൻറ്റർ ബുക്ക് ചെയ്തിട്ട് അവിടുത്തെ മെഷീനറി ഉപയോഗിച്ച് അവർക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കി അവരുടെ ബ്രാൻഡിൽ കൊണ്ടുപോകാം. അപ്പോൾ ഈ മെഷീനറി യൂസ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ കറണ്ട്, വാട്ടർ, ഇലക്ട്രിസിറ്റി, വാട്ടർ, പിന്നെ ഈ ഗ്യാസ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ചെറിയ ചാർജ്, അത് ഞങ്ങളൊരു നോമിനൽ ചാർജ് ഈടാക്കുള്ളൂ. അത് ഈടാക്കിക്കൊണ്ട് ചെറുകിട സംരംഭകർക്ക് തീർച്ചയായിട്ടും പ്രോഡക്ട്സ് ഉണ്ടാക്കാം. അതാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. തീർച്ചയായിട്ടും. ഡോക്ടർ പത്മജയുടെ വിലാസം ഇനി പറയുന്നു. ഡോക്ടർ G. പത്മജ, ഹെഡ്, ഡിവിഷൻ ഓഫ് ക്രോപ്പ് യൂട്ടിലൈസേഷൻ, CTCRI, ശ്രീകാര്യം, തിരുവനന്തപുരം. ടെലിഫോൺ നമ്പർ 9847076711. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇത്രയധികം കാര്യങ്ങൾ, വളരെ പ്രയോജനപ്രദമായ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവച്ച ഡോക്ടർ പത്മജയ്ക്ക് നന്ദി പറയുന്നു. പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. താങ്ക് യു.